നമ്മൾ ഇന്ന് പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 22 ആണ്. ഇതുവരെയുള്ള ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ യൂണിറ്റ് 22 റിലീജിയൻ ആൻഡ് കൾച്ചർ, ഇതാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ് അല്ലേ? കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു കലവറയാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. ലാംഗ്വേജ്, അതുപോലെ എന്താണ് ബിലീഫ്സ്, പിന്നെന്താ പറയുക, ലാംഗ്വേജ്, തോട്ട്സ്, ഫീലിങ്സ്, അതുപോലെ ഡ്രസ്സ്, ഭക്ഷണ രീതികൾ, വസ്ത്രധാരണ രീതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു കലവറയാണ് എന്താ പറയുക സംസ്കാരം എന്ന് പറയാം. സംസ്കാരം ഒരു സൊസൈറ്റിക്ക് ഒന്നിച്ചാണ് ഉണ്ടായിരിക്കുക. ഒരു വ്യക്തിക്ക് മാത്രമായിട്ടൊരു സംസ്കാരം ഉണ്ടാവില്ല, ഒരു സമൂഹത്തിന് ഒന്നടങ്കം ഒരു സംസ്കാരമായിരിക്കും. ഒരു വേ ഓഫ് ലൈഫാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. ഓക്കെ, റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? A central point of culture that provide blueprint for behavior, explains the unexplained sanctity societies or value. അതായത് ഒരു എന്താണ് കൾച്ചറിന്റെ ബ്ലൂ പ്രിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ. റിലീജിയൻ കൾച്ചർ എങ്ങനെ നോംസും ഒരു സൊസൈറ്റിയിൽ ഒരു സംസ്കാരം, ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ നിയമങ്ങൾ, മൂല്യങ്ങൾ, ആളുകളുമായുള്ള പെരുമാറ്റ രീതികൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിനൊക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു ബ്ലൂ പ്രിൻ്റാണ് എന്ത് റിലീജിയൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇതുമായി ബന്ധപ്പെട്ട തിയറികൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തിയറിയാണ് കാൾ മാർക്സിന്റെ തിയറി. മാർക്സിയൻ തിയറി. ഇദ്ദേഹം പറഞ്ഞത് ഒപ്പിയം ഓഫ് പീപ്പിൾ, മനുഷ്യനെ മയക്കുന്ന എന്താണ് കറുപ്പാണ് റിലീജിയൻ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. എമിലി ദുർക്കീമിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ സോളിഡാരിറ്റി നിലനിർത്തുന്ന ഒരു ഫങ്ഷനാണ് എന്ത് ചെയ്യുന്നത്? റിലീജിയൻ ചെയ്യുന്നത്. നമ്മൾ എമിലി ദുർക്കീമിന്റെ എന്താണ് റിലീജിയൻ എന്ന് പറഞ്ഞ തിയറി നമ്മൾ പഠിച്ചതാണല്ലോ അല്ലെ? എന്താണ് സാക്രഡ്, പ്രൊഫൈന് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചതാണ്. പിന്നെ അടുത്തത് വെബറിന്റെ പെർസ്പെക്റ്റീവ്. വെബർ പറയുന്നത് റിലീജിയൻ ഈസ് എൻ ഏജന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റത്തിന് സഹായിക്കുന്ന ഒരു ഏജന്റ് ആണ് എന്താണ് റിലീജിയൻ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കൾച്ചറും റിലീജിയനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യയിൽ നിരവധി റിലീജിയൻസ് ഉണ്ട്. ഓരോ റിലീജിയൻസിനും എന്തുണ്ട്? അവരുടേതായ കൾച്ചർ ഉണ്ട്. ഇപ്പം ഹിന്ദു റിലീജിയൻ നോക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താണ് കംപ്ലീറ്റ് വേ ഓഫ് ലൈഫാണ് എന്ത് ചെയ്യുന്നത്? റിലീജിയനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റിലീജിയൻ മാത്രമല്ല, ഒരു വേ ഓഫ് ലൈഫ് കൂടിയാണ്. ഇന്ത്യ നമുക്കറിയാം ഒരു പ്ലൂറലിസം, കൾച്ചറൽ പ്ലൂറലിസം നിലനിൽക്കുന്ന രാജ്യമാണ്. ഒരുപാട് സംസ്കാരങ്ങൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ റിലീജിയസ് ഡൈവേഴ്സിറ്റി ഇതുമായി കണക്റ്റഡ് ആണ്. ഓക്കെ, കൾച്ചറൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇതാണ് എന്ത്? പിൽഗ്രിമേജ്, തീർത്ഥാടനങ്ങൾ. ഇന്ത്യയിൽ ഒരുപാട് റിലീജിയൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെ കൾച്ചറൽ ഇൻ്റഗ്രേഷന് സഹായിക്കുന്നു എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അടുത്ത യൂണിറ്റ് 23 കോഹസീവ് ആൻഡ് ഡിവിസീവ് ഡയമെൻഷൻസ് ഓഫ് റിലീജിയൻ. റിലീജിയൻ ഒന്നിപ്പിക്കുകയും ചെയ്യും, വേർതിരിക്കുകയും ചെയ്യും. അതിനെ കുറിച്ചാണ് നമുക്കിവിടെ പറയുന്നത്. റിലീജിയൻ ആസ് എ യൂണിഫൈയിങ് ഫോഴ്സ്. നമുക്കറിയാം ഒരുപാട് റിലീജിയൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഈ റിലീജിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിലീജിയസ് ബിലീഫ്സ്, റിച്വൽസ്, ഇതൊക്കെ ആളുകൾ എന്ത് ചെയ്യും? ഒന്നിപ്പിച്ച് നിർത്തും അല്ലെ? സൊസൈറ്റിയിൽ ഒരു മോറൽ വാല്യൂസ് ഉണ്ടാവുകയും ഈ മോറൽ വാല്യൂസിന്റെ ബേസിലുള്ള ഒരു സമൂഹം സൊസൈറ്റിയിൽ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും റിലീജിയൻ. ഒരുപാട് റിലീജിയസ് സെക്റ്റുകൾ ഉണ്ട്. ഓക്കെ, എന്താണ് ഈ റിലീജിയസ് സെറ്റുകൾ അധികം ഒരുമിച്ച്
തീർത്ഥാടന യാത്രകൾ, ഹിസ്റ്റോറിക്കൽ പ്ലേസിലൊക്കെ തീർത്ഥാടന യാത്രകൾ നടത്തും. ഇത് സോഷ്യൽ ഇൻ്റഗ്രേഷൻ ഉണ്ടാവും, ആളുകൾ ഒരുമിച്ച് കൂടാനുള്ള അവസരം ഉണ്ടാവും. ഇതെന്ത് ചെയ്യും, ജനറലി നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സോഷ്യൽ ഇൻ്റഗ്രേഷനെ സഹായിക്കുന്നു. അത് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്താണ് ഡിവൈഡിങ് ഫോഴ്സ്. സോഷ്യൽ ഇൻ്റഗ്രേഷൻ മാത്രമല്ല, ജനങ്ങളെ തമ്മിൽ വേർതിരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് എന്താ, റിലീജിയൻ. ഉദാഹരണമായിട്ട് നമുക്ക് പറയുമ്പോൾ മോണോത്തിസ്റ്റിക് റിലീജിയൻസ്. ഇപ്പോൾ ചില റിലീജിയൻസ് എന്തുണ്ട്, ഒരു വൺ ഗോഡിനെ ആരാധിക്കുന്ന റിലീജിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട് വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്ന റിലീജിയൻസ് ഉണ്ട്. ഈ വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവ്സ് തമ്മിൽ എന്ത് ചെയ്യും, ആളുകളെ തമ്മിൽ വേർതിരിക്കാൻ കാരണമാവുന്നു. അതുപോലെ തന്നെ സെക്ടേറിയൻ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. സെക്ടേറിയൻ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ റിലീജിയനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ ക്രിസ്ത്യൻ റിലീജിയൻ്റെ ഉള്ളിൽ കത്തോലിക്കും പ്രൊട്ടസ്റ്റൻസും തമ്മിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ മുസ്ലിംസിൻ്റെ ഇടയിൽ സുന്നി ഷിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഹിന്ദുസിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എന്താണ് സെക്റ്റുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺഫ്ലിക്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് ഈ കോൺഫ്ലിക്റ്റുകൾക്ക് യഥാർത്ഥത്തിൽ റിലീജിയൻ അല്ല കാരണം, നോൺ റിലീജിയസ് ഫാക്ടേഴ്സ് ആണെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. പ്രധാനമായും രാഷ്ട്രീയ കാരണങ്ങളാൽ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്, സാമ്പത്തിക കാരണങ്ങളാലും റിലീജിയസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇതാണ് പ്രധാനമായും റിലീജിയസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്നാണ് ലൂയിസ് ഡ്യൂമണ്ട് പോലുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാരുടെ കാലം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംഘർഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഒരു റിലീജിയസ് ടോളറൻസ് കൺട്രിയാണ്. ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നിരവധി സൂഫികളെ, ഭക്തി പ്രസ്ഥാനം, സൂഫിസം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര സംഘർഷങ്ങൾ ഉണ്ടായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിലീജിയസ് ടോളറൻസ് ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്നും ഇന്ത്യ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് യൂണിറ്റ് 23 പഠിക്കാനുള്ളത്. ഇനിയുള്ളതൊക്കെ ചെറിയ ചെറിയ കൺസെപ്റ്റുകളാണ്. അടുത്തത് സെക്യുലറിസം. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറയണം, സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം. സെക്യുലറൈസേഷൻ ഉണ്ട്. സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സോഷ്യൽ പ്രോസസ്. സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രോസസ്സാണ്. റിലീജിയൻസ് ലോസ് ഇറ്റ്സ് സോഷ്യൽ സിഗ്നിഫിക്കൻസ്. സാമൂഹിക പ്രാധാന്യം, റിലീജിയന്റെ സാമൂഹിക പ്രാധാന്യം നഷ്ടപ്പെടുന്നതിനാണ് എന്താ പറയാ, സെക്യുലറൈസേഷൻ എന്ന് പറയാം. ഈ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. റിലീജിയനെ രാഷ്ട്രീയവുമായി വേർതിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. എന്നാൽ സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, സോഷ്യൽ പ്രോസസ്സാണ്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇന്ത്യയിലെ സെക്യുലറിസവും പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള കമ്പാരിസൺ ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇന്ത്യയിൽ വെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ പഴയ കാലത്ത് ചർച്ചുമായി ബന്ധപ്പെട്ട് ആണ് സെക്യുലറിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നത്. പഴയ കാലത്ത് ചർച്ചും സ്റ്റേറ്റും തമ്മിൽ പഴയ കാലത്ത് നല്ല റിലീജിയൻ ഉണ്ടായിരുന്നു. നമ്മൾ പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. എസ്റ്റേറ്റ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മോണോ റിലീജിയസ് സൊസൈറ്റി ആയിരുന്നു. ക്രിസ്ത്യാനിറ്റി ആയിരുന്നു അവിടെ കൂടുതൽ ഉണ്ടായിരുന്നത്. അവിടെ എസ്റ്റേറ്റ് സെറ്റ് നിലനിന്നിരുന്നു. അത് പിന്നീട് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തന ഫലമൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, റിലീജിയൻ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റ് അഫെയർ ഒരു പ്രൈവറ്റ് ആയിട്ട് എന്ത് ചെയ്തു, പ്രൈവറ്റ് ഭാഗമായിട്ട് എന്ത് ചെയ്തു, വെസ്റ്റിൽ റിലീജിയൻ മാറി. എന്നാൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ റിലീജിയസ് പ്ലൂറലിസം നിലനിൽക്കുന്ന ഒരുപാട് റിലീജിയൻ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഈക്വൽ റെസ്പെക്ട് ഫോർ ആൾ റിലീജിയൻ ആണ്. എല്ലാ റിലീജിയനും ഒരേ
പദവി നൽകുന്നതാണ് ഇന്ത്യൻ സെക്യുലറിസം പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് സെക്യുലറിസത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സെക്യുലറിസം തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലും സെക്യുലറിസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം പ്രിയാമ്പിൾ. ഇന്ത്യൻ ആമുഖത്തിൽ എന്തുണ്ട്, സെക്യുലറിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സെക്യുലർ രാജ്യമാണെന്ന് പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു റിലീജിയൻ ഇല്ല. ആർട്ടിക്കിൾ 25 പ്രകാരം ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള റിലീജിയൻ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 15 പറയുന്നത് ഇക്വാലിറ്റി ഡിസ്ക്രിമിനേഷനും, റിലീജിയന്റെ പേരിൽ ഇക്വാലിറ്റി, റിലീജിയന്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. അതുപോലെ തന്നെ എന്തുണ്ട്, ഗവൺമെന്റ് റിസർവേഷൻസ് കൊടുക്കുന്നുണ്ട്. OBC, SC, ST ഇതൊക്കെ എന്താണ്, കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻസ് ഒക്കെയാണ്. ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയസ് സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് റിലീജിയസ് പ്രാക്ടീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഇടപെടാറുണ്ട്. ഓക്കെ, എന്താണ് ഒരു പ്രിൻസിപ്പൾസ് ഡിസ്റ്റൻസ്, ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയനിൽ ഇടപെടാറുണ്ട് എന്ന് പറയുന്നു. ഇനി അടുത്തതാണ് അർബണൈസേഷനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നഗരവൽക്കരണം. അർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം. ഒരു പ്രദേശം, ഒരു വില്ലേജ് എന്താണ് ഡെവലപ്പ് ചെയ്ത് നഗരമായി മാറുന്നതിനാണെന്ന് പറയാം അർബണൈസേഷൻ എന്ന് പറയാം. അർബണൈസേഷൻ വരണമെങ്കിൽ എന്ത് വേണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ എന്താണ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ റോഡ്, റെയിൽവേ, വൈദ്യുതി, പിന്നെ അതുപോലെ എന്താണ് മൈഗ്രേഷൻ ഉണ്ടാവണം. അങ്ങനെ വില്ലേജ് ഒരു അടിസ്ഥാന സൗകര്യങ്ങളും വ്യവസായ മേഖലയും വളർന്നു വന്നതിലൂടെ നഗരമായി മാറുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാം, അർബണൈസേഷൻ എന്ന് പറയാം. അതിലൂടെ ആളുകളുടെ എണ്ണം കൂടും, ജനനിബിഡത കൂടും, കാർഷിക മേഖല വ്യവസായ മേഖലയായി മാറും. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. അതിനാണ് അർബൺ സിറ്റി എന്ന് പറയാം. അവിടെ ജനസംഖ്യ കൂടുതലായിരിക്കും. പിന്നെ അർബണൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ +2 ഡിഗ്രിക്ക് പഠിച്ചതാണ്. വേ ഓഫ് സിറ്റീസ്, അർബൺ വേ ഓഫ് ലൈഫിനെ കുറിച്ച് പറയുന്നതാണ് അർബണിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും, ഇംപേഴ്സണാലിറ്റി ആയിരിക്കും. ആളുകൾക്ക് വ്യക്തികളെ നോക്കിയിട്ടല്ല, പൊസിഷനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ ഇടപെടുക. അതുപോലെ ഔപചാരികമായിട്ടുള്ള ബന്ധങ്ങളെ ഉണ്ടാവുള്ളൂ, ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ അർബണൈസേഷനിൽ വരുന്നതാണ്. അർബണൈസേഷൻ ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ട്, അർബണൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5000-ഓളം വർഷങ്ങൾക്ക് മുമ്പ്, BC 2000, 2500-2000 ഓക്കെ, ഇതങ്ങോട്ടാ വരാം. BC-കളിൽ എന്തുണ്ട്, സിന്ധു നദീതട സംസ്കാരം ആരംഭിച്ചു. പിന്നെ അതിനുശേഷം ഒരുപാട് ആൾക്കാർ അതിനുശേഷം എന്താണ് പിന്നെ വന്ന് അയൺ ഏജ് സിവിലൈസേഷൻ, പിന്നെ മൗര്യ സാമ്രാജ്യം, മഹാജനപദാസ്, ഗുപ്ത സാമ്രാജ്യം വന്നു. പിന്നെ അതിനുശേഷം പിന്നെ ആരാണ്, ഡൽഹി സൽത്തനത്ത് വന്നു. പിന്നെ അതിനുശേഷം എന്താണ് മുഗൾ ഭരണം വന്നു. ഇവരൊക്കെ ഇടയിൽ ഒരുപാട് പ്രദേശങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് നഗരങ്ങൾ വികസിച്ചു വന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന പ്രധാനമായി ബോംബെ, കൽക്കട്ട, ചെന്നൈ, മദ്രാസ് ആണ് കേട്ടോ. മദ്രാസാണ് പഴയ സിറ്റി. ഈ പ്രദേശങ്ങളൊക്കെ വികസിച്ചു വന്നു. പിന്നെ അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, മെട്രോസ് ഡെവലപ്പ് ചെയ്തു, സ്ലംസ്. ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊന്നുണ്ടാവും, അവിടെ സ്ഥലം കുറവായിരിക്കും. അപ്പോൾ ആളുകൾക്ക് അവിടെ ജീവിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ചെലവ് കുറഞ്ഞ മാലിന്യമുള്ള പ്രദേശങ്ങളിൽ, ചേരി പ്രദേശങ്ങളിൽ താമസാക്കും. അതിനാണ് സ്ലംസ് എന്ന് പറയാം. ബോംബെയിലുള്ള ധാരാവി ഒരു സ്ലമ്മിന് ഉദാഹരണമാണ്. അങ്ങനെ ഒരുപാട് സ്ലംസ് ഉണ്ട്, ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അർബണൈസേഷൻ എങ്ങനെ വ്യക്തികളെ എഫക്റ്റ് ചെയ്യുന്നു, സൊസൈറ്റിയെ എഫക്റ്റ് ചെയ്യുന്നു, ഫാമിലിയെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നോക്കാം. അർബണൈസേഷൻ പറയുന്നത് പല സാമൂഹ്യ ശാസ്ത്രജ്ഞരും പറയുന്നത്
നഗരവൽക്കരണത്തിലൂടെ അണുകുടുംബത്തിലേക്ക് എന്ത് ചെയ്യും, ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യും. കാരണം എക്സ്പെൻസീവ് ആണ്. അതുപോലെ അർബൺ കൾച്ചർ, അതുപോലെ തന്നെ അതാണ് ജോബ്സ്, ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ എന്ത് ചെയ്യും, ന്യൂക്ലിയർ ഫാമിലിക്ക് ആൾക്കാർ പ്രിഫർ ചെയ്യും. പിന്നെ രണ്ടാമത് കാസ്റ്റ് വീക്കൺ ചെയ്യും. കാസ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. കാരണം എന്താണ്, ഒരുപാട് വാഹനങ്ങൾ, ബസ്, ട്രെയിന്, ഇതിലൊക്കെ ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യും പരസ്പരം അറിയാതെ. അപ്പോൾ അൺടച്ചബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. പിന്നെ ഇതുപോലെ അതുണ്ട്. പിന്നെ പൊളിറ്റിക്സ്, മാരേജ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു പബ്ലിക് സ്ഫിയർ ആയി മാറുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊരു സൊസൈറ്റി നഗരത്തെ നമുക്ക് കാണാം. പിന്നെ വുമൻസിന് കൂടുതൽ എന്ത് ചെയ്യും, എംപവർമെന്റ് സാധ്യമാവും. എഡ്യൂക്കേഷൻ, ജോബ്, ഇതിനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ ഒരു ഡുവൽ ബേർഡൻ അവർക്ക് ഉണ്ടാവുന്നതാണ് സോഷ്യോളജിസ്റ്റ് പറയുന്നത്. അതായത് വീട്ടിലെ ജോലികളും അതുപോലെ തന്നെ ജോലി പ്രദേശത്തെ ജോലികളും തമ്മിലൊരു 2 ബേർഡൻ അവർക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നഗരത്തിലെ മേജർ പ്രോബ്ലംസ് ഒന്നാണ് ഹൗസിംഗ് ഷോർട്ടേജ് ആണ്. വളരെ ചുരുങ്ങിയ സ്ഥലം ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും. ജനനിബിഡമായ പ്രദേശമായിരിക്കും നഗരം. അതുകൊണ്ട് അവിടെ താമസം സൗകര്യം കുറവായിരിക്കും. പിന്നെ സ്ലംസ് ഉണ്ടാവും, ചേരി പ്രദേശങ്ങൾ ഉണ്ടാവും, ഓവർ ക്രൗഡഡ് ആവും. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരിക്കും. ട്രാഫിക് കൂടുതലായിരിക്കും. പൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ ക്രൈമിനേറ്റ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ മേജർ പ്രോബ്ലംസ് ഓഫ് അർബൺ ഏരിയ. ഇനി അടുത്ത മൈഗ്രേഷനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേഴ്സൺ എന്ത് ചെയ്യുക, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ റെസിഡൻസ്, താമസം ചേഞ്ച് ചെയ്യണതിനാണ് എന്ത് പറയാം, മൈഗ്രേഷൻ എന്ന് പറയാം. ഒരു വ്യക്തിയോ സമൂഹമോ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് താൽക്കാലികമായോ സ്ഥിരമായോ മാറുന്നതിന് എന്ത് പറയും, മൈഗ്രേഷൻ എന്ന് പറയും. കുടിയേറ്റത്തിന് പ്രധാനമായി 2 കാരണങ്ങളുണ്ട്. ഒന്ന് പുൾ ഫാക്ടർ ആണ്, അടുത്തത് പുഷ് ഫാക്ടർ ആണ്. പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക എന്നാണല്ലോ. ഒരു പ്രദേശത്ത് നിന്ന് ഒരാൾക്ക് നിർബന്ധമായിട്ട് പുറത്തു പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതിനെന്ത് പറയും, പുൾ ഫാക്ടർ എന്ന്, അല്ല പുഷ് ഫാക്ടർ എന്ന് പറയും. ഒരു പ്രദേശത്തേക്ക് ആളെ ആകർഷിക്കുന്നതിന് പുൾ ഫാക്ടർ എന്ന് പറയും. അതിനാണ് എന്ത് പറയാം, പുൾ ഫാക്ടർ, പുഷ് ഫാക്ടർ എന്ന് പറയാം. ഇനി പുഷ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ പോവാൻ നിർബന്ധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ. അതിലൊന്നാണ് പോവർട്ടി, ദാരിദ്ര്യം കാരണം നമ്മളെ നാട്ടിൽ നിന്ന് പോവാൻ ശ്രമിക്കും. അൺഎംപ്ലോയ്മെന്റ് കാരണം, തൊഴിലില്ലായ്മ കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, ഇതൊക്കെ എന്തിനു കാരണമാവും, ഒരു പ്രദേശത്ത് നിന്ന് ആളുകളെ പോവാൻ നിർബന്ധിതമാക്കും. പിന്നെ പുൾ ഫാക്ടർ ഉണ്ട്. പുൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രദേശത്തേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. തൊഴിലവസരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രദേശത്തേക്ക് പോവും, ബെറ്റർ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ പോവും, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോവും. ഇനി എന്താണ്, ഇക്വാലിറ്റി പോവും, നേച്ചർ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഒരു പ്രദേശത്ത് നിന്ന് വേറെ പ്രദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഇനി പ്രധാനമായ മൈഗ്രേഷൻ സ്കീംസ് ഇതൊക്കെ നമുക്ക് അറിയണം. റൂറൽ ടു അർബൺ മൈഗ്രേഷൻ, ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള മൈഗ്രേഷൻ. റൂറൽ ടു റൂറൽ മൈഗ്രേഷൻ, റൂറലിൽ നിന്ന് റൂറലിലേക്കുള്ള മൈഗ്രേഷൻ. അർബൺ ടു അർബൺ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് മൈഗ്രേഷൻ. അർബൺ ടു റൂറൽ മൈഗ്രേഷൻ, നഗരത്തിൽ നിന്ന് റൂറലിലേക്ക് മൈഗ്രേഷൻ. പിന്നെ ഇതിന്റെ കൂടെ ഒരു മൈഗ്രേഷനും കൂടി പറയുന്നുണ്ട്, റിവേഴ്സ് മൈഗ്രേഷൻ. റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന പ്രദേശത്തേക്ക് നിന്ന് ഒരു പ്രദേശത്ത് നിന്ന് സ്വന്തം പ്രദേശത്തേക്ക് തിരിച്ചു വരുന്ന, റിട്ടേൺ വരുന്നതിനാണ് എന്ത് പറയാം, റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയാം. ഇമ്പാക്ട് ഓഫ് മൈഗ്രേഷൻ, പ്രൊവൈഡ് ലേബർ, ഒരു മൈഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് തൊഴിലാളികളെയും തൊഴിലവസരങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ ജനസംഖ്യ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ മൈഗ്രേഷനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ കഴിവുള്ള ആൾക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും നമ്മളെ ബെനിഫിറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക്
ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൂടെ ബെനിഫിറ്റ് കിട്ടുന്നത് റെമിറ്റൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടുന്ന് അവർ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതോടുകൂടി രാജ്യത്തിന് അതിൻ്റെ ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. പിന്നെ പല രാജ്യങ്ങളിലും പോകുന്ന ആൾക്കാർ അവിടെ തന്നെ ചിലവാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുമില്ല. ഇനി അടുത്തതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യവസായവൽക്കരണം. വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചർ നിന്ന് ഇൻഡസ്ട്രിയിലേക്കുള്ള ഷിഫ്റ്റിനെയാണ് എന്ത് പറയാം? വ്യവസായവൽക്കരണം എന്ന് പറയാം. ഇത് യൂറോപ്പിൽ 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് എന്ത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു വന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് റിനൈസൻസ്, പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിലൂടെ എന്തുണ്ട്, വ്യവസായ മേഖലയിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യും, കാർഷിക മേഖലയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വ്യവസായ മേഖലയിലേക്ക് വന്നു. അതുകൊണ്ട് ലാർജ് സ്കെയിൽ ഫാക്ടറീസ് ഉൽപ്പാദനം ആരംഭിച്ചപ്പോൾ തൊഴിലാളികൾക്ക് ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആളുകൾ അങ്ങോട്ട് വന്നു. ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഒരുപാട് നിരവധി തിയറികൾ പറയുന്നുണ്ട്. കാൾ മാർക്സിന്റെ തിയറി പറയുന്നത് തൊഴിലാളികൾ മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു. അതുപോലെ തന്നെ തൊഴിലാളികൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളെ അവർ അന്യവൽക്കരിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ MSO 001 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. MSO 001 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെബർ പറയുന്നത് എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ റാഷണലൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണമായി. അതുപോലെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് എന്ന് പറഞ്ഞ തിയറി ഡിസ്കസ് ചെയ്തുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് താല്പര്യങ്ങൾ മുതലാളിത്ത താല്പര്യങ്ങളും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പഠനം അദ്ദേഹം പറയുന്നുണ്ട്. അത് നിങ്ങൾ MSO 001 നിങ്ങൾ റെഫർ ചെയ്യാം. അറിയാതെ പറയുന്നതാണ്. MPC എന്ന് പറഞ്ഞാൽ അത് സൈക്കോളജിൻ്റെ പേപ്പറാണ്. അതായത് കറൻ്റ്ലി നമ്മൾ സൈക്കോളജിൻ്റെ ക്ലാസ്സും കൂടി നടക്കുന്നതുകൊണ്ട് കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പേപ്പർ MSO 001 നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തിയറി പറയുന്നത്. പിന്നെ എമിലി ദർക്കെയിം എന്താണ് സോളിഡാരിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞ ഒരു ജീവി എടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ എടുക്കാം. മനുഷ്യനെ എന്തുണ്ട്, വിവിധ അവയവങ്ങളുണ്ട്. ഓരോ അവയവങ്ങൾക്കും ഓരോ ഫങ്ഷൻ ഉണ്ട്. കണ്ണാണെങ്കിൽ കാണും, ചെവിയാണെങ്കിൽ കേൾക്കും, കൈയാണെങ്കിൽ എന്താണ് കാലാണെങ്കിൽ നടക്കും. ഇതുപോലെ ജീവി എന്ന നിലയിൽ ഓരോ അവയവങ്ങളും വ്യത്യസ്ത ഫങ്ഷൻ ആണെങ്കിലും ജീവി എന്ന നിലയിൽ ഒന്നാണല്ലോ. അതേപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് സോളിഡാരിറ്റി ഡെവലപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഡീഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇവിടുന്ന് റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്തു. അതിലൂടെ ബ്രിട്ടീഷുകാർ ഒരുപാട് സമ്പന്നരായി. ഇന്ത്യയിലുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തില്ല, സെയിലായില്ല. അപ്പോൾ അത് ഡീഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സ് ഉണ്ടാകാൻ കാരണമായി. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിലെ കൈത്തറി വസ്ത്രങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിലെ എന്താണ് പല കരകൗശല വസ്തുക്കളും ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ഫേമസ് ആയിരുന്നു. അറബികളൊക്കെ ലോകത്തുനിന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിലെ ആളുകൾ ഇന്ത്യയിലേക്ക് വരികയും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇന്ത്യയുടെ വ്യവസായം തകർച്ച നേരിട്ടു. പിന്നെ അടുത്തത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പേഴ്സ്പെക്റ്റീവ്സ്. അതിന് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഗാന്ധിജി എന്താണ് വില്ലേജ് ബേസ്ഡ് എക്കണോമിക്ക് പ്രോത്സാഹിപ്പിച്ച് നടത്തും അല്ലേ. ഇന്ത്യയുടെ എന്താണ് ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് സഫിഷ്യൻ്റ് ആക്കണം എന്ന് ഗാന്ധിജി പറഞ്ഞു. അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ റാപ്പിഡ് സ്റ്റേറ്റ് ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ ഫോക്കസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് 5-year പ്ലാൻ എന്ത് ചെയ്തു, ഇൻഡസ്ട്രിക്ക് വേണ്ടി ഫോക്കസ് ചെയ്തു. അതാണ് നെഹ്റുവിൻ്റെ വിഷൻ. ഇതാണ് ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്ലോബലൈസേഷൻ ആണ്, ആഗോളവൽക്കരണം. 1991 എന്ത് ചെയ്തു,
ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആഗോളവൽക്കരണത്തിൻ്റെ വാതിൽ ഇന്ത്യ തുറന്നു കൊടുത്തു. അതിനെക്കുറിച്ച് നമ്മൾ എവിടെ പഠിച്ചത്? MSO 003 പറഞ്ഞു അല്ലേ? ഇന്നലെ അല്ല എന്താ പറഞ്ഞു? അതിനെക്കുറിച്ച് നമ്മൾ MSO 003 ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്യാം. പിന്നെ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ, സാമ്പത്തിക മാറ്റങ്ങൾ വന്നു, രാഷ്ട്രീയ മാറ്റങ്ങൾ വന്നു, സാമൂഹിക മാറ്റങ്ങൾ വന്നു, കൾച്ചറൽ ചേഞ്ചസ് വന്നു, വ്യത്യസ്ത കൾച്ചർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഒക്കെ എന്ത് ചെയ്തു വന്നു. മൊത്തത്തിലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ടായി, ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരു ബോർഡർലെസ് വേൾഡ് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. ബോർഡർലെസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കും വരാനും പോകാനും കഴിയുന്ന ഒരു ബോർഡർലെസ് വേൾഡ് ഡെവലപ്പ് ചെയ്തു. ഈ ഗ്ലോബലൈസേഷനെ നിയോ ലിബറലിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. കാരണം നിയോ ലിബറലിസത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ ഇമ്പീരിയലിസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട്, ഇതിലൂടെ ഇനീക്വാലിറ്റി ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിമർശകർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. ജനറലി നോക്കുകയാണെങ്കിൽ ഇതിന് ഗ്ലോബലൈസേഷന് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ITC ഡെവലപ്പ് ചെയ്തു. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്ത് ചെയ്തു, അവരെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ് അവൈലബിൾ ആയി. അതുമാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഉൽപ്പന്നം ഏത് ആൾക്കാർക്കും കിട്ടാൻ പറ്റി, വാങ്ങാൻ സാധിച്ചു. മൾട്ടി കൾച്ചറലിസം, ലോകത്തിൻ്റെ വ്യത്യസ്ത കൾച്ചർ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ഇൻ്റർനാഷണൽ മൈഗ്രേഷന് പ്രാധാന്യം നൽകി. പിന്നെ ഒരു കോമൺ വേൾഡ് കൾച്ചർ ഡെവലപ്പ് ചെയ്തു. ഒരു ന്യൂ കൾച്ചറൽ ഫ്യൂഷൻ, പുതിയ ഒരു സംസ്കാരം ലോകത്ത് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു വന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം, പ്രധാനപ്പെട്ട സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോഷ്യൽ മൂവ്മെൻറ്റ്സ്, മീനിങ് ആൻഡ് ഡയമെൻഷൻസ്. സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രക്ഷോഭം, എ കളക്റ്റീവ് ഓർഗനൈസ്ഡ് എഫേർട്ട് ബൈ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ടു ബ്രിങ് അബൌട്ട് റെസിസ്റ്റ് ഓർ ചേഞ്ച് ദ സൊസൈറ്റി. ഉദാഹരണമായിട്ട് ഇപ്പോൾ സൊസൈറ്റിയിൽ വരുന്ന സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടോ സോഷ്യൽ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്ന് സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറികൾ ഒന്നാണെന്ത്, റിലേറ്റീവ് ഡിപ്രിവേഷൻ തിയറി. റിലേറ്റീവ് ഡിപ്രിവേഷൻ തിയറി എന്ന് പറഞ്ഞാൽ പെർസീവ്ഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് പീപ്പിൾ എക്സ്പെക്റ്റ് ആൻഡ് വാട്ട് ദേ ഗെറ്റ്. റിലേറ്റീവ് ഡിപ്രിവേഷൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന, ഇപ്പോൾ ഒരാളുടെ എക്സ്പെക്റ്റേഷനും ഒരാൾക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചതുമായിട്ടുള്ള ബെനിഫിറ്റ് കമ്പയർ ചെയ്യുന്ന ഒരു തിയറിയാണിത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. അടുത്താണ് റിസോഴ്സ് മൊബിലൈസേഷൻ തിയറി. ഡിസ്കണ്ടന്റ് ഈസ് നോട്ട് ഇനഫ്, മൂവ്മെന്റ് സക്സീഡഡ് ബൈ മൊബിലൈസിങ് റിസോഴ്സസ്. ഒരു മൂവ്മെന്റ്, ഒരു സോഷ്യൽ ഡിസ്കണ്ടന്റ്, സാമൂഹിക അരക്ഷിതാവസ്ഥ ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്യില്ല, ഒരു മൂവ്മെന്റ് വിജയിക്കില്ല. മൂവ്മെന്റ് സക്സീഡ് ചെയ്യണമെങ്കിൽ സോഷ്യൽ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യണം. അതായത് മണി വേണം, ലീഡർഷിപ്പ് വേണം, മീഡിയ ആക്സസ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, സോഷ്യൽ മൂവ്മെന്റ് മെച്ചപ്പെടുക എന്നതാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായും ഒരു സോഷ്യൽ മൂവ്മെന്റിനുള്ള പ്രധാനപ്പെട്ട കീ കോമ്പണൻസ് 3 ഒന്നൊരു ഐഡിയോളജി ഉണ്ടായിരിക്കണം. ഒരു ഷെയർഡ് ബിലീഫ്സ് ആൻഡ് ഗോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു സോഷ്യൽ മൂവ്മെന്റ് എന്ത് ചെയ്യുള്ളൂ, ഡെവലപ്പ് ചെയ്യുള്ളൂ. പിന്നെ കളക്റ്റീവ് മൊബിലൈസേഷൻ ഉണ്ടാകണം. ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യണം, ഒരു പ്രൊട്ടസ്റ്റ്, സ്ട്രൈക്ക് എന്നിലൂടെ ഒരു കൂട്ടം ആൾക്കാർ ഒരു ആക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ ഒരു പ്രോപ്പർ ലീഡർ ഉണ്ടായിരിക്കണം, ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം, ഒരു കോർഡിനേറ്റ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു സോഷ്യൽ മൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യുള്ളൂ. മൂവ്മെന്റ് ചേഞ്ച് ഓവർ ടൈം. ഓഫൺ ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, ബിക്കമിങ് ഫോർമൽ, ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഉദാഹരണം ലോകത്തുണ്ടായിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ,
പല മൂവ്മെന്റുകളും പിന്നീട് എന്ത് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂഷനായി മാറി. SNDP ഒരു മൂവ്മെന്റ് ആയിരുന്നു, പിന്നീട് എന്ത് ചെയ്തു, സംഘടനയായി മാറി. അതുപോലെ തന്നെ മൂവ്മെന്റ് പിന്നീട് പൊളിറ്റിക്കൽ പാർട്ടി ആവുകയും സംഘടനയാവുകയും ഒരു ഫോർമൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ബ്യൂറോക്രാറ്റിക് ടീംസ് തന്നെ അതിന്റെ കൂടെ നിലകൊള്ളുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ്. പലതരത്തിലുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ട് നമുക്കറിയാം. ഓൾഡ് വെസസ് ന്യൂ മൂവ്മെന്റ്. ഓൾഡ് മൂവ്മെന്റ്സും ഇത് ചെറിയൊരു മൊഡ്യൂളാണ്. ഓൾഡ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ചാണ്. ക്ലാസ് കോൺഫ്ലിക്റ്റ്, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇപ്പോൾ കാൾ മാർക്സിന്റെ തിയറി ഒക്കെ പറയണം, മാർക്സിന്റെ തിയറി പറയണം, എന്താണ് വർക്കിംഗ് ക്ലാസ്, പെസൻട്രി, കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലാളി പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട റെവല്യൂഷനും സോഷ്യൽ ചേഞ്ചും എക്കണോമിക് സ്ട്രക്ചറിലെ മാറ്റവും ഇതൊക്കെയാണ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നത്, പഴയകാല സോഷ്യൽ മൂവ്മെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ആധുനിക സോഷ്യൽ മൂവ്മെന്റ്, ന്യൂ സോഷ്യൽ മൂവ്മെന്റ് ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്, കൾച്ചറൽ ഐഡന്റിറ്റി, പേഴ്സണാലിറ്റി, പേഴ്സണൽ ഓട്ടോണമി, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഇതൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിൽ പങ്കുചെയ്യുന്ന ആൾക്കാർ സ്റ്റുഡൻസ് പങ്കുചേരുന്നുണ്ട്, സ്ത്രീകൾ പങ്കുചേരുന്നുണ്ട്, മൈനോറിറ്റീസ് പങ്കുചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും കൾച്ചറൽ വാല്യൂസ്, ലൈഫ് സ്റ്റൈല്, അതൊക്കെ ഒരു സിവിൽ സൊസൈറ്റിയെ മൊത്തം കൾച്ചറൽ വാല്യൂസും ലൈഫ് സ്റ്റൈലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഉദാഹരണമായിട്ട് ഇപ്പോൾ എന്താ നമുക്ക് പറയാം, എന്താണ് പലതരത്തിലുള്ള മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ വുമൻസ് മൂവ്മെന്റ്, പീസ് മൂവ്മെന്റ്, ഹ്യൂമൻ റൈറ്റ് മൂവ്മെന്റ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, സോഷ്യൽ മൂവ്മെന്റ് ആണ്. ഇതൊക്കെ ആധുനിക സോഷ്യൽ മൂവ്മെന്റ് ഉദാഹരണമാണ്. ഇനി അടുത്ത മൊഡ്യൂളാണ് എന്ത്, പെസന്റ് മൂവ്മെന്റ്സ്. പെസന്റ് മൂവ്മെന്റ് കർഷക സമരങ്ങളാണ്. പലതരത്തിലുള്ള പെസന്റ് മൂവ്മെന്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പുതിയ നികുതി സമ്പ്രദായം, ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അതൊരു ചൂഷണം ഉണ്ടായിരുന്നു. ചൂഷണവുമായി ബന്ധപ്പെട്ട ജമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റായത്ത്വാരി സിസ്റ്റം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നു, കർഷകർ ബ്രിട്ടീഷുകാരെ ചൂഷണം ചെയ്തു. അപ്പൊ ഇതിനെതിരെ എന്ത് ചെയ്തു, നിരവധി സമരങ്ങൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു, സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇൻഡിപെൻഡൻസിന് ശേഷവും നിരവധി എന്ത് ചെയ്യുന്നു, സമരങ്ങൾ നടന്നുണ്ട്. പ്രധാനപ്പെട്ട സമരങ്ങൾ ഒന്ന് തിബാക മൂവ്മെന്റ്. 1946-47 കാലഘട്ടത്തിൽ ബംഗാളിൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ് തിബാക മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഷെയർ ക്രോപ്പേഴ്സ് എന്താണ് 2/3 ഷെയർ ഓഫ് ക്രോപ്പ് എന്ത് ചെയ്യണം, കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. അതിന് 1/2, അതായത് അവരുടെ ഉൽപ്പന്നത്തിന് 3/2 ഭാഗം എന്ത് ചെയ്യണം, നികുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നു. അതിനെതിരെയുള്ള മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തെലങ്കാന മൂവ്മെന്റ് 1936-57 ഹൈദരാബാദിൽ നടന്ന ഫ്യൂഡൽ ഒപ്രഷനെതിരെ നടന്ന ഒരു മൂവ്മെന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട എന്താണ്, ഗറില്ല വാർസ് നിലനിന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, വായിക്കാം. പിന്നെ നെക്സലൈറ്റ് മൂവ്മെന്റ് 1967-71 വെസ്റ്റ് ബംഗാളിൽ നടന്ന മൂവ്മെന്റ് ആണ്. പാവപ്പെട്ട കർഷകർ, ട്രൈബൽസിനെതിരെ, ഇവരൊക്കെ ലാൻഡ് ലോഡ്സിനെതിരെ നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് നക്സലൈറ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി ലാസ്റ്റ് യൂണിറ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ്. പുതുതായി ഡെവലപ്പ് ചെയ്തു വരുന്ന ന്യൂ സോഷ്യൽ മൂവ്മെന്റുകൾ. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ വെസ്റ്റേൺ സൊസൈറ്റി എന്നിപ്പോൾ ആധുനികമായിട്ട് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്. ഇതിൽ ഒരുപാട് പുതിയ കൺസേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട സെൻട്രൽ ഫീച്ചർ ഓഫ് വുമൺ ഐഡന്റിറ്റി, ഗായ്സ് ഐഡന്റിറ്റി, ഗ്രീൻ ഐഡന്റിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഇത്തരം ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുമായി പിന്നെ ഓപ്പറേറ്റ്സ് ഇൻ സിവിൽ സൊസൈറ്റി ടു ഡിഫെൻഡ് ഫ്രം കൺട്രോൾ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ്, ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ, ഇപ്പോൾ സംഘടനകളൊക്കെ എന്തുണ്ട്, ഒരു ഡീസെൻട്രലൈസ്ഡ് ആയുള്ള ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. നോൺ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ നിലവിൽ വന്നു. ഇതൊക്കെ ഇതിൽ വരുന്നത് തന്നെയാണ് സോഷ്യൽ മൂവ്മെന്റ്. പുതിയ തരത്തിലുള്ള സോഷ്യൽ മൂവ്മെന്റിൽ വരുന്നതാണ്. പിന്നെ ന്യൂ സോഷ്യൽ മൂവ്മെന്റ് ഇന്ത്യ ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, ഒരു സോഷ്യൽ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതോടെ വേൾഡ് വ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഓട്ടോണമിയെ പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ജെൻഡർ ഇഷ്യൂസ് എന്നെതിരെ വുമൺ എംപവർമെന്റ്, കാസ്റ്റ് ഇഷ്യൂസ്, എത്തനിസിറ്റി, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ന്യൂ
ന്യൂ സോഷ്യൽ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും